ഹലോ ഗൈസ്, വെൽക്കം ടു ബ്ലാബ്ല യൂട്യൂബ് ചാനൽ. ഞാൻ ഷിബില. ഞങ്ങൾ വെറും 2 ആൾക്കാർ മാത്രമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട്, ആരും എത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ മൗസയുടെ എൻഗേജ്മെൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ മാറ്റി ഒരുങ്ങി 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഇരുന്നു. അവൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കലും മെഹന്തി ആർട്ടിസ്റ്റ് ആരുമല്ല, ഞാൻ തന്നെയാണ്. അതെ, അസിസ്റ്റൻ്റാണ് ആ പോണത്. അതെ, ഇനി നമുക്ക് മൗസനെ കാണാം. ആ നിൽക്കണാണ് ഫ്രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ്. നസ്രി വെയിലോണ്ടേ ഇങ്ങനെ നടക്കുകയാണ്. നസ്രിനൊക്കെ വെറൈറ്റി പോസ് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഫോട്ടോഗ്രാഫർ സമ്മതിക്കണം. എന്താ നസ്രിയ സന്തോഷിയാത്തായി? വെയിലാണ് ഗൈസ്, മാറ്റി തന്നിട്ടുള്ളൂ, അപ്പൊ തന്നെ ചൂടെടുക്കുന്നു. എന്നെ കൂടി പരിചയപ്പെടാണ്ടായിരുന്നു. ഇതാണ് ദിൽഷ ഫ്രം പൊന്നാനി, ആൻഡ് അതാണ് നമ്മുടെ സഫ്രീന. ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്. ഇവര് 3 ആളും ഇപ്പോൾ ഒരുമിച്ച് വന്നതാണ്. പറമ്പൊക്കെ ചാടി വന്നത്. സഫ്രീന, എനിക്ക് എന്താ പറയാനുള്ളത്? എന്റെ കല്യാണം വളരെ പെട്ടെന്ന് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ. എല്ലാരും വരണം. ഇവിടെ ചിലർക്ക് പെണ്ണ് കാണാൻ വന്ന വലിയ കട ഉണ്ട്, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഗൈസ്, നമുക്ക് പന്തല് കാണാം. ഇതാണ് മൗസന്റെ മൂത്താപ്പ. മൂത്താപ്പല്ലേ? എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക്? സന്തോഷല്ലേ? അതന്നെ, ഒന്നും പറയാനില്ല. എന്നാ മതി. മാഷാ അല്ലാഹ്. നല്ല സന്തോഷകരമായ ദിവസമായിരിക്കട്ടെ. അതെ അതെ. ഞാൻ പൊന്നാനി. സിമ വ്ളോഗാട്ടാ. ഇതാണ് നമ്മള് CA. ഞാൻ CA ആയിട്ടുള്ളൂ, ഫ്രഷ്ലി CA. അപ്പൊ ഇതാണ് പന്തൽ. ഇതാണ് പന്തൽ. ഇതിന് രാത്രിക്കത്തെ ഫുട്ടേജ് ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതെ അതെ അങ്ങനെ തന്നെ മുത്താപ്പ വൈബാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീൻ. സംഭവം ഇവന്റെ റിസൾട്ടിന്റെ റീലൊക്കെ 300K, ഞങ്ങൾ 1 million ആണ് പ്രതീക്ഷിക്കുന്നത്. അന്റെ ഇന്റർവ്യൂ ഉള്ള അടുത്ത ഇതില്. അതെ, കേക്കോ മൈക്കോ ആണേന്ന് അന്നെ കാണാന് ഞാൻ വന്ന സമയത്ത് ആ കാറിന്റെ കുട്ടിയാര്? അതാര്? ആ കുട്ടിയും നീയുമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ ഫാൻസും സങ്കടമാണ്. വിഹിതമാര്? അത് അവിഹിതാണ്. മൗസന്റെ മുട്ടാടുക്കലാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? എന്നാലും വളരെ സന്തോഷം. അതിലുപരി പാസ്സായി, അതിന് സന്തോഷം പറയും. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എൻ്റെ ഒരു ഇന്റർവ്യൂ ഇടണം. അധികം ഒന്നും കാണാൻ ചാൻസ് ഇല്ല. എല്ലാരും ശരിക്കും കണ്ടോളി. കല്യാണത്തിനാണ്. എന്റെ കുട്ടപ്പന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. കുട്ടപ്പനെ കാണാൻ പോയിട്ട് വളരെയധികം സന്തോഷം. മൗസനെ എങ്ങനെ ആദ്യമായിട്ട് കണ്ട്? മൗസനെ ലക്ഷ്യം എനിക്ക് ക്ലിയർ ആയി ഓർമ്മയില്ലേ? ഞാൻ സഫ്രീനാന്റെ കൂടെ നടക്കുന്ന കുട്ടി എന്നുള്ളതിലാണ് മൗസനെ പരിചയപ്പെടുന്നത്. എനിക്ക് ഇവിടെ പരിചയം മുസാനെ പറഞ്ഞിട്ടുള്ള പരിചയം. മുസാന്റെ സീനിയർ ആയിരുന്നു. അങ്ങനെ ഇവിടെ കൂടെ നടക്കണ പിന്നെ മുട്ടാടുക്കലിന് വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒക്കെ ഒരു ബ്ലാബ്ലാ രൂപീകരിക്കപ്പെടുന്നൊന്നും. അതെ, ഞാൻ അടുത്ത പുതിയണ്ണാണ്. നമുക്ക് വെള്ളത്തിനുള്ള വ്ളോഗൊക്കെ കാണാം. അതെ,
എക്സാമിന്റെ ഇടയിൽ വരും ഇത്ര വെച്ചോളൂ 30 ദിവസത്തോട്ട് എക്സാം ഇത് കുടിക്ക് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ധരിക്കണം. ഈ സാധനം കുനാഫ ഐസ്ക്രീം. താത്താനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ഉമ്മ കൊടുക്കട്ടെ. അനക്ക് എന്താണ് പറയാനുള്ളത് മൗസന്റെ മുട്ടാർക്കലിനെ കുറിച്ചിട്ട്? ഫുഡ് ഇഷ്ടായി. ഓ ഇഷ്ടായി. ഈ പന്തലും രസമുണ്ട്. കൊള്ളാം. ചൂട് അതാണ് ഇവിടുത്തെ ആകെയുള്ളൊരു വിഷയം. ബാക്കിയെല്ലാം കൊള്ളാം. ജമീൻക്ക് പറയാനുള്ളത് ചെക്കനും കൊള്ളാം. ചെക്കനും കൊള്ളാം. അളിയൻ ഈസ് സൂപ്പർ. ഈ റഹാൻ കുട്ടിയാണല്ലേ കണ്ടാ അറിയില്ല. പോവാണ് പോവല്ലേ ഇതാരാന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാണ് മൂസിനാന്റെ മാപ്പിള. ബ്ലാബ്ലാന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് റഷാദ്ക്ക. ഇത് മൗസന്റെ രണ്ടാമത്തെ കാക്കിയും ഒരു വൈഫുമാണ്. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. കാരണം ഒരുപാട് ഞങ്ങൾ കാത്തിരുന്നിട്ടുള്ളൊരു ദിവസമാണ്. കൂടിയുള്ളൊരു സിസ്റ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഹാപ്പിയിലാണ് ഞങ്ങള്. എന്തൊക്കെ പറയണ്ടേ മോളെ പരിപാടിക്ക്? സന്തോഷം. നിങ്ങളെ സർവീസ് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു. അല്ല ഇതാണ് മൗസന്റെ ഇളയ കാക്ക. ഇതാ ഒരു വൈഫ്, ഒരു മോന്. അതെ, മോൻ സാധാരണ നല്ല കുട്ടിയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് സംഭവം? കളർഫുൾ ആയിരുന്നു. അതെ, അനിയത്തിയുടെ കല്യാണമായിരുന്നു. സോറി, മിഠായി കൊടുക്കലായിരുന്നു. അപ്പം ഉഷാറായിരുന്നു പരിപാടി അല്ലേ? കളറായി. ഞങ്ങൾ കുറെ കാലമായിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. താങ്കളോട് ചോദിച്ചോ? അപ്പൊ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ആഗ്രഹിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നടന്നു. ഇവര് നിങ്ങളല്ലേ മേക്കപ്പ് ചെയ്ത് കൊടുത്തതല്ല? മൈലാഞ്ചിട്ടെടുത്ത് ഞാൻ കഴിഞ്ഞൊരു കാലം ഇട്ടു. സെറ്റാണ്. അപ്പോൾ പരിപാടികൾ ഏകദേശം വൈൻഡപ്പ് ആയി. ഇവരുടെ തന്നെ ഇന്ന് പ്രണവ് ഞങ്ങളുടെ കൂടെ ഓഫീസിലുണ്ടായിരുന്ന പയ്യനാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ ഒരു എന്താ പറയാ കൂടിയതാണ്. ചായ്വാല, അത് ചായ്വാല. അതെ, സംഭവം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാലും പ്രത്യേകിച്ച് ചായ പിന്നെ ഇവിടെ കൂടി അല്ലേ? ഇവിടെ കൂടി അടുത്ത വ്ളോഗ് കാണാറുണ്ട്.